ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മളായിരിക്കുന്നത് നമ്മൾ ചരിത്രം മാറ്റിയ സ്ഥലത്താണ് ഇരിക്കുന്നത്. അതായത് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് മാറി അവർ ക്രിസ്ത്യൻ ഇതിലേക്ക് നമ്മുടെ സഭ സ്വീകരിച്ച ഒരു വീട്ടിലാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത വീടാണ് ഡോളേഴ്സ് ചർച്ച്. അതിൽ നമ്മുടെ മറിയം ത്രേസ്യ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് നോമ്പ് കാലാനുഭവങ്ങൾ പറയുകയാണ്. അപ്പോൾ അതിൽ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജോസഫേൻ്റെയും പിന്നെ മരിയ ചേച്ചിയുടെയും വീട്ടിലാണ്. ഇവർ ആക്ച്വലി ഹൈന്ദവ കുടുംബത്തിലായിരുന്നു. ഇവരുടെ തലമുറയിൽ ഇവരാണ് നമ്മുടെ ക്രിസ്ത്യനിലേക്ക് മാറിയത്. അപ്പോൾ ഇവരിലൂടെ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് നോമ്പ് കാലാനുഭവത്തിലൂടെ എങ്ങനെയാണ് ഇവർ പോകുന്നതെന്ന് നമുക്ക് ഇവരിലൂടെ ശ്രവിക്കാം. അങ്ങനെ നമ്മളും ഇത് കേൾക്കണവരും നമ്മൾ യേശുവിന് വേണ്ടി നമ്മൾ സാക്ഷികളായി മാറണം. ഞാനിത് യൂട്യൂബ് ചെയ്യുമ്പോൾ കഴിഞ്ഞ യൂട്യൂബ് ആയാലും നമ്മൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാനും അങ്ങനെ നമ്മൾ യേശുവിലേക്ക് തിരിച്ചു വരാനും നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ നിത്യജീവനാണ്. നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഞാനടക്കം ഇതിൽ ഇറങ്ങിക്കുന്നത്. നമ്മളൊരു സുവിശേഷമായിട്ട് മാറണം. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവങ്ങൾ നമുക്ക് ഇവരിലൂടെ നമുക്ക് കേട്ടറിയാം. ഞങ്ങള് യേശുവിനെ അറിയാൻ തുടങ്ങിയത് 94-95 മുതലാണ്. പക്ഷെ സഭയോട് ചേർന്നിരുന്നില്ല. സഭയോട് ഞങ്ങൾ 2010 മാർച്ച് 15 യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചത്. അപ്പം അന്ന് മുതലേ ഞങ്ങൾ ക്രിസ്മസും ഈസ്റ്ററിൻ്റെ എല്ലാ നോയമ്പും എല്ലാ പരിപാടികളും അനുദിനം എടുക്കാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് മുടക്കം വരുത്താറില്ല. ദൈവത്തിൻ്റെ കാര്യം ഞങ്ങൾക്കത് അത്രയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും മറ്റും യേശുവിൽ നിന്ന് അനുഭവിച്ചും കിട്ടിക്കൊണ്ടിരുന്നതാണ്. എല്ലാം ഞങ്ങൾക്കറിയാം, ദൈവത്തിൽ വന്നതിനുള്ള എല്ലാ അഭിവൃദ്ധികളും. അപ്പം ഞങ്ങൾ ഈ നോയമ്പ് തുടരെ ഞങ്ങൾ 50 ദിവസം എടുക്കാറുണ്ട് എല്ലാ വർഷവും. അതിന് മുടക്കം വരുത്താറില്ല. മത്സ്യം, മാംസം, മുട്ട എല്ലാം ഉപേക്ഷിക്കും. പച്ചക്കറികൾ മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ ദിവസം പ്രതി കുർബാന സ്വീകരിക്കും. എല്ലാം മുടങ്ങാണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക. അവിടുത്തെ എല്ലാ ചടങ്ങുകളിലും പങ്കുകൊള്ളാറുണ്ട്. അതെ, 2010 മാർച്ച് 15. ക്രിസ്ത്യൻ സഭയിലേക്ക് വരാനുള്ള കാരണം ഞങ്ങള് ഹൈന്ദവരായിരുന്നു. അത് ഞങ്ങൾ അമ്പലങ്ങളിൽ പോലും അവിടുത്തെ എൻ്റെ അച്ഛന് വെളിച്ചപ്പാടായിരുന്നു. വീട്ടിൽ അമ്പലവും ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. ഡെയിലി പൂജയുണ്ട്. അവിടെ കിടന്നിട്ട് ഞങ്ങൾക്കൊന്നും ഒരു എൻ്റെ ചോദ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ചോദിച്ചു, ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് അതിൽ വിഗ്രഹത്തിൽ ദൈവം വസിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ മനസ്സിൽ ചോദ്യം. കാര്യം അമ്പലത്തിലൊക്കെ പോവെങ്കിലും കൂടി ഉള്ളിലൊരു ചോദ്യം ഉണ്ടായിരുന്നു പണ്ടേ മുതലേ. അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴേ യേശുവിനെ അറിയാനും കേൾക്കാനൊക്കെ ചോദിച്ചു. എൻ്റെ സഹോദരി മുഖേനയാണ് ഞങ്ങളിത് അറിഞ്ഞത്. സ്വന്തം ചേച്ചിയാണ് ആദ്യം വന്നത്. ഞങ്ങൾ 6 പേര് അംഗങ്ങളുണ്ട്. അതിൽ ചേച്ചിന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ ധ്യാനം കൂടാനും ഇതിനൊക്കെ ദൈവത്തിനെ അറിയാനും ഒക്കെ പഠിപ്പിച്ചത്. അത് സ്വന്തമായിട്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഗത്യന്തരമില്ലാത്തൊരു അവസ്ഥയിൽ വീട് വന്നു. ചെറിയ മക്കളും വയസ്സായ അച്ഛനും അമ്മയൊക്കെയാണ്. വീട് ജീവിത സാഹചര്യങ്ങളൊക്കെ മോശമായിരുന്നു. അപ്പൊ ദൈവം എവിടെയാന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ യേശുവിനെ പറ്റി അറിയാനും പറയാനും കേൾക്കാനും അനുഭവിക്കാനും ഞങ്ങൾക്ക് പറ്റിയത്. അങ്ങനെയാണ് ഞങ്ങള് യേശുവിനെ എവിടെയാ കോട്ടയിലൊക്കെ പോയി ധ്യാനം കൂടി. പിന്നെ 5 ദിവസം ചേച്ചി എന്നോട് പോട്ടയിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ 5 ദിവസം പോട്ടയിൽ പോയിട്ട് വന്നെങ്കിലും കൂടി എനിക്ക് തലയ്ക്ക് ഓളം പിടിച്ച പോലെ. പണ്ട് അമ്പലത്തിൽ പോയി പ്രസാദം വാങ്ങണമൊക്കെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഞാനിനി പോട്ടയിൽ പോകണില്ല എന്ന് പറഞ്ഞ് ചേച്ചിയോട്. അപ്പോൾ പറഞ്ഞു, നീ ശരിയല്ല പറയുന്നത്, നീ ആ ദൈവം സത്യദൈവം യേശു ക്രിസ്തു അത് നീ അന്വേഷിച്ച് കണ്ടെത്തുന്നൊക്കെ ചേച്ചി എന്നെ ഉപദേശിക്കാറില്ല. അങ്ങനെയാണ് പിന്നെ പോട്ടയിൽ പോയി ധ്യാനമൊക്കെ കൂടി മുരിങ്ങൂര് പോയി ധ്യാനം കൂടാൻ പോയപ്പോൾ ഭയങ്കര അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ആദ്യത്തെ അനുഭവം എനിക്ക് ഉണ്ടായത്, ബൈബിളിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിവില്ല. എങ്കിലും കൂടി അവിടുത്തെ ധ്യാനത്തിൽ പങ്കുകൊണ്ട് അവിടുത്തെ വചനങ്ങളൊക്കെ കേട്ട് അങ്ങനെ ആരാധിച്ചുകൊണ്ട് ഓരോ ദിവസം മുന്നിട്ട് പോകുമ്പോഴേക്കും 3-ാം ദിവസമായപ്പോൾ എനിക്ക്
എൻ്റെ ആ ഓഡിറ്റോറിയത്തിലെ കുരിശിൽ നിന്നുള്ള ആ പ്രകാശം എന്നെ ആകെ അങ്ങോട്ട് വലം ചെയ്തു. എനിക്ക് ഒന്നും കാണില്ലാത്ത പോലെ അവസ്ഥയിൽ പൊതിഞ്ഞ് ഞാൻ താഴെ വീണിട്ട് ഞാൻ വേറ്റ് നിന്നു. വേഗം കറണ്ട് അടിക്കണ പോലെ ആയിട്ട് ആകെ എന്നെ പ്രകാശം വലയം ചെയ്തു. അപ്പൊ എനിക്ക് ബൈബിളൊന്നും അറിയില്ല. ഇപ്പൊ ബൈബിളൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി യേശു ലോകത്തിന്റെ പ്രകാശമാണ് എന്നുള്ള മനസ്സാണ് എനിക്ക് തിരിഞ്ഞത്. ഇപ്പോൾ പിന്നീടിലേ മനസ്സിലായുള്ളൂ യേശുവാണ് ലോകത്തിന്റെ പ്രകാശം, യേശുവാണ് ലോകരക്ഷകൻ. ഇത് മനസ്സിലാക്കാൻ പറ്റിയത് ആദ്യത്തെ ആ ധ്യാനത്തിലൂടെ മരിയോടി വയലിൽ വെച്ചിട്ടാ. പിന്നെ ഞാൻ അപ്പൊ മനസ്സ് വിശ്വാസം, ഇത് ദൈവം നമ്മളെ തൊട്ട അനുഭവമല്ലേ. അപ്പൊ ദൈവത്തിനോട് കൂടുതൽ എനിക്ക് എന്തൊക്കെ അറിവ് നേടണം എന്നുള്ള ദൈവത്തിനോട് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ അവിടെ സ്തുതിക്കുമ്പോ എൻ്റെ കൈ ആരോ പിടിച്ചു പൊക്കിയ പോലെ എൻ്റെ കൈ ഇടത്തും വലത്തും നിൽക്കണോട് ചോദിച്ചു, ചേച്ചി എൻ്റെ കൈ അങ്ങനെ പിടിച്ചു പൊന്തിച്ചോ? ഇവിടെ നിൽക്കണവരോടും ചോദിച്ചു. അപ്പൊ അവരാരും പറഞ്ഞു ഇല്ല ചേച്ചി. അപ്പൊ അവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു സഹോദരിയെ കൈ യേശു പിടിച്ച് ഉയർത്തണമെന്ന്. അപ്പൊ അത് കരുത്തിട്ട കൈയും ശക്തിയായ സ്ട്രോങ് ആയിട്ട് ബലത്തിൽ എന്നെ പിടിച്ചിട്ട് നിന്ന് ഞാനപ്പോൾ സൂചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും എനിക്ക് ശരിക്കുള്ള ഓർമ്മ വരുന്നില്ല, അതെന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ബൈബിളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലാവണ്, നീ ഭയപ്പെടണ്ട, ഞാൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു യേശയ്യയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഓരോ അനുഭവം പിന്നെ യേശുവിനെ കൂടുതൽ അറിയണമെന്നും അങ്ങനെ അറിഞ്ഞ് യേശുവിനെ ബൈബിള് പഠിക്കണം എന്നായി. അപ്പം ബൈബിളൊക്കെ മേടിച്ച് അവിടെ നിന്ന് ബൈബിള് ജപമാല ഒക്കെ മേടിച്ച്, ജപമാല ചൊല്ലാനൊന്നും അറിയില്ല, എന്നാലും ചേച്ചി എന്നെ പഠിപ്പിച്ചു തന്ന് ജപമാല ചൊല്ലാനൊക്കെ. അങ്ങനെ ഇവിടെ വന്ന് വീട്ടിലൊക്കെ വന്ന് ജപമാല യേശുവിനെ ദൈവം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇവർക്ക് ജീവിത പങ്കാളിക്ക് അത് പറ്റിയില്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു, നമ്മൾ ഹൈന്ദവരാണ്, നീ എന്തുട്ടാ പറയുന്നത്, ശബരിമലയ്ക്ക് 33 വർഷം കെട്ട് നിറച്ച് കൊടുത്തു വെച്ച വ്യക്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് നീ യേശുവിനെ വിളിക്കുന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എൻ്റെ മോള് ചെറുതാണ്, അവള് എന്നിട്ട് ഇവിടെ വിളക്ക് കത്തിച്ചിട്ട് ഹൈന്ദവ ആചാരപ്രകാരം വിളക്ക് വെച്ച് 6 മണിയാകുമ്പോൾ പ്രാർത്ഥന ചൊല്ലില്ലേ. അപ്പൊ അവള് ഞാൻ പറഞ്ഞു യേശുവെ നന്ദി, യേശുവിനെ ചൊല്ലാം. അപ്പൊ ചേച്ചിയുടെ മോൻ വന്നിട്ട് ഇളസം നിർബന്ധിച്ചിട്ട് വിളിച്ചു കൊണ്ടുപോയി ഡിവൈനിലേക്ക്. കൂട്ടാക്കിയില്ല പോകാനൊന്നും. അപ്പൊ അങ്ങനെ അവസാനം പോയി ഇവരും ധ്യാനം കൂടി അവിടെ നിന്ന് യേശുവിനെ അറിഞ്ഞ് ഇവിടെ വരുമ്പോ, ഇവിടേക്ക് തിരിച്ചു വരുമ്പോ കപ്പേളയിൽ കയറി അവിടെ കൂട്ടി പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ജീവിത പങ്കാളി. അപ്പൊ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ ബൈബിള് കൊടുക്കാൻ തുടങ്ങി. പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോഴും കൂടി ആൾക്കാർ ഞങ്ങളെ എതിർത്തിരുന്നു. ഹിന്ദുക്കൾ ഇതേ പള്ളിയിൽ പോകുന്നവർ കളിയാക്കും, സ്വന്തങ്ങളും ബന്ധങ്ങളും ഒക്കെ. അപ്പൊ ഞാനതൊന്നും ഭാഗവയ്ക്കില്ല, ഞാൻ പള്ളിയിലൊക്കെ പോകും. ശരിക്കും ഞാൻ പള്ളിയിൽ പോയിരുന്നു. പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിമർശിച്ചിട്ട്. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറിച്ചത് സത്യദൈവം നീയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആൾക്കാർ ഞങ്ങളെങ്ങനെ എതിർക്കണം, എന്ത് ചെയ്യണം, പള്ളിയിൽ പോകാണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കുറച്ച് 2 മാസം കഴിഞ്ഞു ഈ ലെവലിൽ പോയിട്ട്. എന്നിട്ട് ഞാൻ ഓരോ ദിവസം പുലർച്ചയ്ക്ക് 2:30 മണിക്ക് ഒരു സ്വരം കേട്ടു. അതിങ്ങനെ ഭൂമിയിലേക്ക് ഒരു അലറുന്ന സ്വരം കേട്ടു. അപ്പൊ സ്വരം കേട്ടപ്പോൾ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടുന്ന് ആകാശത്തുനിന്ന് ഒരു കോണി വന്ന് ഞങ്ങളുടെ മുറ്റത്ത് നിന്നിട്ട് ആകാശത്തുനിന്ന് കുറെ രൂപങ്ങൾ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് കയറലും മേലേക്ക് കയറലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല, ബൈബിൾ ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ വീണ്ടും കിടന്നുറങ്ങിയിട്ട് പിന്നെയും കേട്ടു, നീ ബൈബിൾ എടുത്തിട്ട്, നിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ട്, നീ ബൈബിൾ എടുത്തിട്ട് 34-35 സങ്കീർത്തനമായി. ഈ 35 സങ്കീർത്തനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ആ സമയത്ത് 2:30 അതിൻ്റെ പുലർച്ച. അപ്പൊ അങ്ങനെ ഞാനിത് വായിച്ചപ്പോണ്ട് അതിൽ 34 സങ്കീർത്തനം 34:7 ദൈവദൂതന്മാർ ഭക്തർ ചുറ്റും പാളയം അടിക്കുന്നു ഒരു വചനം. 35 സങ്കീർത്തനം കർത്താവേ എനിക്ക് നീതി നടത്തി തരണേ,
അപ്പോൾ ഇത് തുടർച്ചയായിട്ട് കുറേ നാളങ്ങോട്ട് വായിച്ച് എൻ്റെ മനസ്സിലത്തെ ഭയമൊക്കെ സർവ്വ ഭയങ്ങളിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വചനം ധ്യാനിച്ചു. 34 സങ്കീർത്തനം 34 ഒക്കെ വായിച്ച് എൻ്റെ പേടി വിട്ടുമാറി. പിന്നെ ഞാൻ നേർവഴികൾ പള്ളിയിൽ പോകാൻ തുടങ്ങി. ജോസഫേട്ടനും എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ആത്മീയിലേക്ക്, അതേപോലെ ക്രിസ്തു അനുഭവം എങ്ങനെയാണ് ഉണ്ടായത്? ക്രിസ്തു അനുഭവിച്ച് ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെയിൽ നാവൽ ഡോക്യാർഡിൽ നേവിയുടെ വർക്ക്ഷോപ്പിൽ 10 വർഷം ഞാൻ അതിൽ സർവീസ് ചെയ്തു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വയസ്സും സ്കൂൾ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ തിരുത്തിയിരുന്നു. അത് പിന്നെ ചെക്ക് ചെയ്ത് നോക്കി പിടിച്ച് അവർ പറഞ്ഞു കുഴപ്പമില്ല. അവർ പിന്നെ വീണ്ടും തന്നെ പെർമനൻ്റ് ഇതിൽ തന്നെ വെച്ചു. അങ്ങനെ കുറേ കാലം, ഒരു 5-8 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വെരിഫിക്കേഷൻ വന്നു. അങ്ങനെ അന്ന് വെച്ചാൽ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ, ഒറീസക്കാർ പൈസ കൊടുത്തതിൽ കയറി. അത് പിടിച്ചെന്നപ്പോൾ പഴയ റെക്കോർഡ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഞാനും പെട്ടു. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഡൽഹിയിൽ നിന്നുള്ള ഓർഡറാണത്. അങ്ങനെ ജോലി നാട്ടിലേക്ക് വന്നില്ല. പിന്നെ ഞാൻ ഗൾഫിൽ പോകാൻ ശ്രമിച്ചു 73 അത് ഗൾഫ്. അങ്ങനെ അത് ചതിപ്പെട്ടു. 2 ഗോവക്കാർ സ്ത്രീകളായിരുന്നു. അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്, അവരെ ബ്രദർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ആ പൈസ അങ്ങനെ നഷ്ടപ്പെട്ടു. അതും ശരിയായില്ല. പിന്നെ ബോംബെയിൽ ജോലി നഷ്ടം. ബോംബെയിൽ നിന്നിട്ടും കാര്യമില്ല. കാരണം നമ്മൾ നിസ്സാര കൂലിയേ കിട്ടുള്ളൂ. കുറേ കലഞ്ഞ് തിരിഞ്ഞൊക്കെ ലാസ്റ്റിന് അവിടുന്ന് ഞാൻ അപ്പച്ചനും അമ്മച്ചിയും വയസ്സായി, അവർ മരിക്കേണ്ട അവസ്ഥയിലേക്കായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ടെലിഗ്രാം വന്ന അമ്മച്ചി മരിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ നിന്ന് നാട്ടിൽ വന്നു. അങ്ങനെ അപ്പോഴാണ് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇവർ യേശുവിനെ ആരാധിക്കുന്നു. എനിക്കത് ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ല അറിയണത്. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ പഴയ ഹിന്ദു പ്രകാരം എല്ലാ ക്ഷേത്രങ്ങളും കയറി ഇറങ്ങി വന്നിട്ടുള്ള ആളാണ്. അപ്പം അതും ദൈവമല്ലേ എന്നാണ് നമ്മുടെ ചിന്ത. അങ്ങനെയാണ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥത എനിക്ക് ആയി തുടങ്ങി. പിന്നെ അടുത്ത ആൾക്കാർ മുഴുവൻ ക്രിസ്ത്യൻസാണ് കൂടുതലും. അപ്പോൾ അവർ പറയും കോട്ടയിൽ പോയി ധ്യാനം കൂട്, ഈ പ്രയാസങ്ങളൊക്കെ മാറും, സന്തോഷമൊക്കെ കിട്ടും എന്ന് പറയും. അപ്പോൾ ഞാൻ മനസ്സോടെ ഞാൻ കോട്ടയിൽ പോയി പോകുമായിരുന്നു. ജാഗരണ പാർട്ടിയിൽ പോകുമായിരുന്നു. പക്ഷെ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യ ചേച്ചര മകനും അച്ഛനും കൂടി അവർ ഡിവൈനിൽ ധ്യാനത്തിന് പോകാൻ ഒരുങ്ങി. അവരിവിടെ ഒന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല, പോയിക്കോ. അങ്ങനെ മനസ്സിലാക്കി ഡിവൈനിൽ ഞാൻ കൂടി. അവിടെ ആദ്യത്തെ ദിവസം ധ്യാനത്തിൽ എന്നിരുന്നപ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥതയുണ്ട്. എങ്കിലും കൂടി അത് കാര്യമാക്കിയില്ല. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് കുറേ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ 2-ാമത്തെ ദിവസം എൻ്റെ അടുത്തിരുന്ന ഒരാൾ അവിടെ വിളിച്ച് പറഞ്ഞു ഇന്ന ശരീരത്തിലൊരാളുടെ മുഴ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ആൾ എഴുന്നേറ്റ് പോയി എൻ്റെ അടുത്തിരുന്ന ആളെ എഴുന്നേറ്റ് നിന്നത്. അപ്പോൾ ഞാൻ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നെല്ലിക്ക് പോലൊരു മുഴയുണ്ടായിരുന്നു, ആ മുഴ ഇല്ലാതെയായി. അത് കഴിഞ്ഞപ്പോൾ അപ്പോഴും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 2 കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ആരാധന ശക്തിയായിട്ടുള്ള ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത് സ്തുതിപ്പും പെട്ടെന്ന് എന്നെ ഷോക്ക് അടിച്ചു. ഞാൻ ഷോക്ക് അടിച്ചു വയ്ക്കാൻ ഇരുന്നിട്ട് നോക്കി ഇരുന്നോട്ട് അവിടെ എവിടെയെങ്കിലും കറണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നത്. ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സാക്ഷാൽ ജീവിക്കുന്ന ദൈവം ഇവിടെയുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരാൻ തന്നെ കാരണം. അങ്ങനെ പിന്നെ ഞാൻ പല സ്ഥലങ്ങളിൽ ധ്യാനങ്ങൾ കൂടുമ്പോൾ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടാവാറ്. ആളൂർ ബേലമിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ധ്യാനം കൂടിയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ സുഹൃത്ത് സമയത്ത് കാലിൽ ഐസ് പോലെ കൊച്ചുന്ന പോലെയുള്ള തണുപ്പ് അടിന്ന് ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ അതൊരു അനുഭവമാണ് എനിക്കത്. അത് ഭയങ്കര അനുഭവം. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് ഒരു 4 മണിക്ക് കാപ്പി കുടിക്കാൻ പോകാൻ ഇത് കിട്ടി.
കാപ്പി കുടിച്ച എല്ലാവരും പോയി കാപ്പി കുടിച്ച് എല്ലാവരും തിരിച്ചു പോന്നു. ഞാൻ ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണടച്ചിരിക്കുമ്പോൾ മരിച്ച ഇതുണ്ടല്ലോ മഞ്ച, അത് എൻ്റെ കണ്ണിമ്പോൾ ഇങ്ങനെ ടി വിയിൽ കാണുന്ന പോലെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കുറേ നേരം സമയം കണ്ടു, ശരിക്കും ടി വിയിൽ കാണുന്നത് പോലെ. എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ അത് അവിടുന്ന് ചാപ്പലിന് വന്ന് യാനകോളി ഇരുന്നു. അപ്പോൾ എല്ലാവരും വന്നിരുന്നപ്പോൾ ബ്രദർ പറഞ്ഞു, ആരാ കാപ്പിടി കഴിഞ്ഞിട്ട് ചാപ്പലിൽ പോകാത്ത ആൾക്കാരാരെന്ന് ചോദിച്ചു. അപ്പോൾ ആരും പോയവരില്ല, ഞാൻ മാത്രമുണ്ട് ചാപ്പലിൽ പോയത്, ബാക്കി എല്ലാവരും പോയില്ല. എന്നിട്ട് ബ്രദർ പറഞ്ഞു പോയി എല്ലാവരും ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല യാനങ്ങളിൽ ഞാൻ കൂടിയിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ എനിക്ക് ചെല്ലുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ വളരെയധികം അനുഗ്രഹങ്ങളും അടയാളങ്ങളും എനിക്ക് ഇപ്പൊ സമാധാനം എന്ന് വെച്ചാൽ ഇപ്പൊ ആദ്യകാലത്ത് എനിക്ക് ജോലി ഇല്ലാതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര മനസ്സിന് വിഷമമായിരുന്നു. എങ്ങനെ ജീവിക്കും, കൊച്ചു കുട്ടികളൊക്കെ അല്ലേ, അങ്ങനെ ഇരിക്കുമ്പോൾ. പക്ഷെ ഞാനും കൂടി ഇതെല്ലാം പറഞ്ഞു ചോദിച്ചു. പിന്നെ ആ പ്രയാസങ്ങൾ പോയി. ഇപ്പം എനിക്ക് ഒന്നും ഇല്ലെങ്കിലും കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് നിറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ തുടങ്ങി. ആ ലെവലിൽ വന്നു ഞാൻ. പിന്നെ മുടങ്ങാതെ പള്ളി പോകും, വിശുദ്ധ ഖുർആൻ സ്വീകരിക്കും. അങ്ങനെ ഇന്ന് വരെ ഒരു മുടക്കില്ലാതെ കുടുംബ പ്രാർത്ഥന. നോയമ്പ് എന്ന് വെച്ചാൽ ഞാൻ നോയമ്പ് എടുക്കാമെന്ന് വെച്ചാൽ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്നില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് 94 ഞാൻ ഈ ധ്യാനകേന്ദ്രം ഉണ്ട്, പെരുങ്ങോട്ടൂർ താന് സെൻട്രൽ. അപ്പോൾ അവിടെ ധ്യാനത്തിൽ പ്രൊഫഷനായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ കൂടും. അവിടെ നിന്നും കുറേ ഇതുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അനുഗ്രഹം. അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ മുടങ്ങാതെ. വിശ്വൽ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കേട്ട അനുഭവം ജീവിതമാണ് കേട്ടോ, ജീവിതമാണ് കേട്ടത്. ഇവർ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടുകാരാണ്, ഞങ്ങളുടെ കുടുംബം മറേന്ദ്രസി യൂണിറ്റിലുള്ളതാണ്. നോയമ്പ് കാല അനുഭവങ്ങളാണ് നമ്മൾ. പക്ഷേ അതിനേന്നും എന്താ പറയുക, അവർ നമ്മുടെ യേശുവിനെ തിരിച്ചറിഞ്ഞാണ്. അവർ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ ക്രിസ്ത്യാനിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിൽ നിന്നുകൊണ്ട് പിന്നെ മാമോദിസ സ്വീകരിച്ച് ഇന്ന് ഇവർ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, വിശുദ്ധ കുർബാന, അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന, നോയമ്പും ഇവർ എടുക്കുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് എന്താ പറയുക, ദൈവത്തിൽ അടിയുറച്ച് ഇവർ നിൽക്കുകയാണ്. ആ ദൈവസ്നേഹം ഇവരുടെ മുഖത്ത് തന്നെ ഉണ്ട്, രണ്ടുപേരും ഇവരുടെ കുടുംബത്തിൻ്റെ. അത്രയ്ക്ക് ആത്മീയതയിൽ നിൽക്കേണ്ട സമയമാണിപ്പം. ഞാൻ ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഇവരൊരു ബുക്ക് എനിക്ക് കാണിച്ചു തരാറുണ്ട്, കരുണയുടെ അവസാന മണിക്കൂർ. പ്രിയപ്പെട്ടവരെ, അവസാന മണിക്കൂറാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2030 ശേഷം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ യേശുവിൻ്റെ രണ്ടാം വരവ് പ്രതീക്ഷിക്കാം. കരുണയുടെ അവസാന മണിക്കൂർ എന്നുള്ളൊരു ബുക്ക് ഞാൻ വരുമ്പോൾ ഇവർ വായിച്ചിരിക്കുകയായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. 2030 കൂടിയിട്ട് യേശു രണ്ടാം വരവിലേക്ക് നമ്മൾ ഒരുങ്ങേണ്ട സമയമാണ്. ഈ ബുക്ക് നിങ്ങൾ, ഞാനും കേട്ടിട്ടുണ്ട്, ഇത് തീർച്ചയായിട്ടും വായിക്കണം ഈ ബുക്ക് നിങ്ങൾ. അപ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഇന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് എനിക്ക് ഇവിടെ LF-ൽ ഷാലോമിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, പ്രായമുള്ള ആൾക്കാരില്ല. അവിടെ വെച്ച് ഒരാൾ 81 വയസ്സാൾ ഇന്നും ഷാലോം മാസിക പല വീടുകളിൽ കയറിയിറങ്ങി കൊടുക്കുക. ആ ഒരു യേശുവിനെ കൊടുക്കാനുള്ള ഒരു ദാഹം ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ തീയായിട്ട് തന്നെ നിൽക്കണം. അതിൻ്റെ ഒരു ഞാനും ഇന്ന് ഒരു ഷാലോമിൻ്റെ ഒരു ഏജൻ്റായി. ഞാനും ഇതുപോലെ കുറച്ച് ബുക്കുകൾ മേടിച്ച് മറ്റുള്ളവർ കൊടുക്കാൻ ഇതിപ്പോൾ പുതിയൊരു തീരുമാനം ഇന്ന് എടുത്തത്. അതുപോലെ നമ്മളിപ്പോൾ ഞാൻ യൂട്യൂബ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും ഒക്കെ നമ്മൾ യേശുവിൻ്റെ രണ്ടാം വരവ് നമ്മളെല്ലാവരും സ്വർഗരാജ്യം പ്രവേശിക്കണം. നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ പോവാതെ നമ്മൾ ആത്മീയതയിലേക്ക് വളരണം. അവിടെ ആത്മാവിനെ എങ്ങനെ സ്വർഗം നിത്യജീവൻ നമുക്ക് നേടാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. ഈ അവസാനത്തെ മണിക്കൂറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ര പേരുത്ത് പൈശാചിക ശക്തികൾ ഇന്ന് ഇവിടെ ഈ ലോകം അവര് പിടിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ കുറച്ചു പേരെങ്കിലും ആത്മീയതയിലേക്ക് വളരാനും ദൈവത്തെ അനുഭവിക്കാനും നമ്മൾ നിധി പോലെ നമ്മുടെ സ്വർഗം നമ്മൾ പ്രാപിക്കേണ്ട സമയമായി. അപ്പം ഇനിയും ഒരു അടുത്ത എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു സോ മച്ച്.